Hi all of you. ISRയുടെ അടുത്തൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇറ്റ്സ് പാർട്ട് 2. പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ. സോ ഇന്നത്തേക്ക് നമുക്ക് പാർട്ട് 2ലേക്ക് കിടക്കാം. ഓക്കെ. Some of the questions let us discuss. The first question is an analyzer that works on the principle of mass to charge ratios of ions is. So it comes under instrumentation, അതായത് മെഷർമെന്റ്സും അനലൈസർ ആ ഒരു സെക്ഷനിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ. സോ മാസ് ടു ചാർജ് റേഷ്യോ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഇതിൽ ഉള്ളത് എന്നാണ്. സോ ഹിയർ ഫോർ മാസ് ഫ്ലോ മീറ്റേഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡിന്റെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. Mass flow meter, it's not according to the question. Charge to voltage converter is another one, and refractometer means infrared refractive index കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇതും. അപ്പൊ ഇതുമല്ല, it's mass spectrometer. D is the answer. It works according to the mass to charge ratio. ഇത് some സാമ്പിൾസിലുള്ള ചില സാമ്പിൾസിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്യാനും അതിന്റെ അയോൺസ് സെപ്പറേറ്റ് ചെയ്ത്, അതായത് ചാർജ് ടു മാസ് റേഷ്യോക്ക് അനുസരിച്ച് വരുന്ന ഡിഫറെന്റ് അയോൺസ് അത് സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ അതിലുള്ള ഒരു സാമ്പിളിലുള്ള പല സാമ്പിൾസിന്റെ എത്ര മാസ് ഉണ്ട്, എത്ര കമ്പോണൻസ് ഉണ്ട് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ അനലൈസർ. ഓക്കെ. സോ ഇറ്റ് ഇസ് നോൺ ആസ് മാസ് സ്പെക്ട്രോമീറ്റർ. The next question is, which of the following is not true? It's not true question clear ആക്കണം. നമ്മൾ ചാടി കയറി ട്രൂ ആണ് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യരുത്. ഇസ് നോട്ട് ട്രൂ ഫോർ ആൻ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. സോ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇസ് ഓപ്പാം അല്ലെ. ഇറ്റ് ഡസ് എ നമ്പർ ഓഫ് ഓപ്പറേഷൻസ്. അതിനൊരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്, പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, ആൻഡ് ഇറ്റ്സ് സിംബോളിക് റെപ്രസെന്റേഷൻ, നെഗറ്റീവ് പോസിറ്റീവ് VO. And it has its ideal op-amp characteristics എന്ന് പറയുന്നത്. An ideal op-amp should have RI, അല്ലെ. RI should be infinite, R0 should be 0, gain should be infinite, and CMRR, it should be infinite, slew rate should be infinite. So അങ്ങനത്തെ ഒരു നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആണ് ഐഡിയൽ ഓപ്പാമ്പിന്. ഇത് നമുക്ക് നോട്ട് ട്രൂ എന്ന് ചോദിക്കാം. ഇറ്റ്സ് റൈറ്റ് അല്ലെ. CMRR ഇൻഫിനിറ്റ് ആണ്. യെസ്, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഈസ് ഓൾസോ ഇൻഫിനിറ്റ്. അതായത് ഇവിടെ V1 V2 കൊടുത്തു കഴിഞ്ഞാൽ VO is equal to gain അല്ലെ, A into V1 minus V2. It should be infinite. That is this gain should be infinite എന്നാണ് according to differential mode. So V1 is equal to V2 ആണെങ്കിലോ it becomes common mode അല്ലെ. കോമൺ മോഡിന് ഗെയിൻ എന്തായിരിക്കണം? V1 is equal to V2 ആവുമ്പോൾ A is equal to V0 by V1 minus V2 അല്ലെ. So it is almost it should be what is it, same ആയിരിക്കും അല്ലെ. V1 minus V2 it should be almost 0. This one, sorry, VO should be equal to 0 ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. So it should not be infinite, and input impedance is infinite. This Aയും Bയും Dയും റൈറ്റ് ആണ്. This common mode gain എന്ന് പറയുന്നത് CMRR infinite, that is CMRR is equal to differential mode gain divided by common mode gain അല്ലെ. ഇത് ഇൻഫിനിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ common mode gain should be very less. It should be very less. So C is the answer. Next is question number 3. It's also related to op-amp operation. Here നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും this op-amp works as a summing amplifier അല്ലെ. ഇൻവേർട്ടിംഗ് മോഡിലുള്ള ഒരു സമ്മിങ് ആംപ്ലിഫയർ ആണ്. സോ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? VO is equal to സമ്മിങ് ആംപ്ലിഫയറുടെ ഇറ്റ്സ് ഇൻവേർട്ടിംഗ് മോഡ്. സോ ഇറ്റ് ഇസ് RF by R1 അല്ലെ. ഇത് R1 into V1 മൈനസ് സം ആണ്, പക്ഷെ നെഗറ്റീവ് ആയതുകൊണ്ടാണ് R2 into V2 മൈനസ് RF by R3 into V3. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലെറ്റ് us see. PO is equal to 60 by 20 into 1
minus 60/40 into 1 minus 60/60 into 1. Okay. So it is minus 3 minus 60/40 into, sorry, it is 2. 60/40 into 2 എന്ന് പറയുന്നത് again it is okay, 0 0 2 2 3. Again it is 3 minus, here it is not 1, it's 3. Okay, so it's again 3, so it is minus 9. Yes, B is the answer. It's just a summing amplifier. Okay, in an inverted mode ulla oru summing amplifier. Next is question number 4. ഇത് ഒരു Zener regulator ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹിയർ 6V Zener ഡയോഡ് ആണ് ഇത് തന്നിരിക്കുന്നത് അല്ലേ. It is resistance, അതിന്റെ internal resistance 0 ആണ്. So IZ is almost 0. IZ almost 0 ആണെന്ന് പറയാം. And sorry, RZ. It is internal resistance. And the knee current, that is IZ minimum ആണ് ഈ knee current എന്ന് പറയുന്നത്. It is 5 milliampere. എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. The minimum value of RL, so that the voltage across it does not fall below 6 volt. അപ്പോൾ ഇത്ര ലോഡെങ്കിലും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അതിന്റെ ഔട്ട്പുട്ട് 6 വോൾട്ടിനേക്കാളും കുറയാതിരിക്കുള്ളൂ. സോ ഇറ്റ്സ് വോൾട്ടേജ് റെഗുലേറ്റർ അല്ലെ. അതായത് ആ മിനിമം റെസിസ്റ്റൻസ് ഓഫ് ലോഡിന് ഒരു പെർട്ടിക്കുലർ കറണ്ട് ഫ്ലോ ചെയ്യലോ, മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യലോ. സോ ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ റെഗുലേഷൻ പഠിച്ചിട്ടില്ലേ, ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് കുറയാതെ നോക്കാനുള്ള മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ ചോദിക്കുന്നത്. ആൻഡ് വി ഹാവ് ഫോർ ദി എക്സ്പ്രഷൻ നമുക്ക് എന്തുണ്ട്, വി ഹാവ് അല്ലെ, I is equal to IL plus IZ. And we also have IL minimum is equal to IS minus IZ maximum. അല്ലേ? That is ഇപ്പോ IL minimum and IZ maximum. അതായത് IL maximum എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? IS minus IZ minimum ആയിരിക്കും അല്ലേ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കറണ്ട് പോകുന്നതനുസരിച്ചാണ് ഈ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ലോഡിൽ കൂടെ മിനിമം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ IZ കൂടെ മാക്സിമം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ലോഡിൽ കൂടെ മാക്സിമം കറണ്ട് ആണെങ്കിൽ IZ കൂടെ മിനിമം കറണ്ട്. നമുക്ക് മിനിമം കറണ്ട് ആണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. ഓക്കെ, സോ IL മാക്സിമത്തിനാണ് RL മിനിമം ആവുന്നത് അല്ലെ. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ IL മാക്സിമം ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ട് IS തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, IL മിനിമം അല്ലെ. സോ വി ക്യാൻ ഹാവ് IS എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. IS is equal to 10 minus 6 അല്ലെ. ഈ 10 minus 6 by 50 ohm, which is 80 milliamp. And we have IL max. IL max is equal to IS minus IZ minimum അല്ലെ. So it is equal to IS 80 milliampere minus 5 milliampere, which is 75 milliampere. ഓക്കെ, ഇത്രയാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് മിനിമം ലോഡ് കിട്ടുന്നത് അല്ലെ. ആൻഡ് സോ നമുക്ക് RL ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് RL is equal to ഇവിടെ നോക്കാം, R is equal to V by I അല്ലെ. So it is 6 into
6 divided by 75 into 10 raised to minus 3 ആണ്. സോ അത് മുകളിലേക്ക് പോകുമ്പോൾ 10 raised to 3 ആവും. സോ 6 by 75 into 10 raised to 3 ആണ്. സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 80. Okay. So B is the answer. It's nothing. നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. IL മിനിമം എന്ന് പറയുന്നത് IS മൈനസ് I ഇവിടെ മാക്സിമം ആയിരിക്കും. സോ ഇത് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഈ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കുറയും, ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടും. നമുക്ക് ഇത് കൂടുതലാണ് വേണ്ടത്. കൂടുതലാണ് വേണ്ടത് വെച്ചാൽ IZ മിനിമം. അതാണ് ഈ മീ കറണ്ട് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമുക്ക് VO അറിയാലോ, 6 വോൾട്ട് ആയിരിക്കും VO എന്ന് പറയുന്നത്. 6 വോൾട്ട് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ബൈ ഐയും കണ്ടുപിടിച്ചു. then we can find the value of RL, the minimum value of RL, which gives the maximum current. Okay, so it is 80. And next is question number 5. ഇത് നമുക്കൊരു വേവ് ഫോം ആണ് തന്നിരിക്കുന്നത്. സ്ക്വയർ വേവ് ഫോം തന്നിട്ടുണ്ട് അല്ലെ. അത് സ്ക്വയർ, ബട്ട് ഇറ്റ്സ് നോട്ട് 50% ഡ്യൂട്ടി സൈക്കിൾ അല്ല, ഒരു 25% ഡ്യൂട്ടി സൈക്കിൾ ഒക്കെ ഉള്ള ഒരു സ്ക്വയർ വേവ് തന്നിട്ടുണ്ട്. The question is the voltage waveform in Q, figure Q is applied across an ideal inductor. Ideal inductor കൂടെയാണ് പാസ് ചെയ്യുന്നത്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഒരു വോൾട്ടേജ് ഫോം ചെയ്യും അല്ലെ. വാട്ട് ഇസ് ദ റിസൾട്ടിങ് കറണ്ട് വേവ് ഫോം? നമുക്ക് കറണ്ട് ആണ് ആവശ്യം. നമുക്ക് കറണ്ട് വിയുടെ ഇക്വേഷൻ നമുക്കറിയാലോ, V is equal to L into di by dt. അപ്പൊ ഇതിന് കറണ്ട് എങ്ങനെ കിട്ടും? I എന്ന് പറയണത് I is proportional to integral of V ആണ്. സോ ഈ സ്ക്വയർ വേവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? റാമ്പ് അല്ലെ, റാമ്പ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. സോ ഇതിനെ റാമ്പ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവിന് ഇങ്ങനെ വരും, നെഗറ്റീവിന് അല്ലെ, ഇങ്ങനെ ആയിരിക്കും. And so it is A is the answer. And next question is number 6. In a PN junction diode, the forward current, it's a very simple question. നമുക്ക് forward current equation എഴുതി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫോർവേഡ് കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? I is equal to IS അല്ലെ, സാച്ചുറേഷൻ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് E raised to V by VT minus 1. ഇതല്ലേ ഇക്വേഷൻ. സോ നമുക്ക് ഇത് ഇതായിട്ട് കഴിയുമ്പോൾ 1 is very very less than E raised to, so we can write as approximately I is equal to IS into E raised to V by VT. So it is exponentially related to voltage. എന്താണ്? I is exponentially related to voltage. That is B is the answer. ഇക്വേഷൻ എഴുതിയാൽ മതി, നിങ്ങൾക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. And next is question number 7. നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി, മാത്സ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ സ്റ്റുഡന്റ് എ പാസിംഗ് ആൻ എക്സാം ഇസ്. സോ നമുക്ക് തന്നിട്ടുണ്ട് P of A അല്ലെ, P1 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, P of A is equal to 2/7 എന്ന് തന്നിട്ടുണ്ട്. And that of B, P2, which is probability of passing അല്ലെ, B പാസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ആണ് 7. If these probabilities are independent ആണ്, അതായത് കണക്ഷൻ ഇല്ല. What is the probability that only B passes the exam? അപ്പോൾ only B passes the exam ആണ് നമുക്ക് വേണ്ടത് for entirely a total probability. So നമുക്ക് ഇതിൽ നിന്നിട്ട് കോംപ്ലിമെന്റ് എടുത്തൂടെ? ദാറ്റ് ഈസ് നമുക്ക് PA bar എടുത്തൂടെ? നമുക്കൊരു വേരിയബിൾ Q പറയാം. PA bar 1 minus 2/7 അല്ലെ, 5/7. നമുക്ക് കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ Q2 is equal to 1 minus 5/7, which is 2/7. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലെ. നമുക്കിനി വേണ്ടത് B മാത്രം പാസ് ആവാനുള്ള ഒരു ഇതാണ്. അപ്പൊ P നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി B പാസിംഗ് അല്ലെ, ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? Q1 into, അതായത് നമുക്ക് A കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ബിയുടെ കാര്യമല്ലേ, Q1 into the whole അല്ലെ, 5/7.
only B pass ചെയ്യാനുള്ളത്. അതായത് A complement Aയിൽ പെടാത്തത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് into that B യുടെ probability നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അത് അല്ലേ. So it is 5/7 into 5/7 which is 25/49. ഇത്രയാണ് probability. C is the answer. Okay. Next is question number 8. The property of a measuring instrument to give the output very close to the actual value is termed as. It's measurement ൽ വരുന്നതാണ്. അതായത് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്തു, നമ്മുടെ മെഷേർഡ് വാല്യൂ ഇസ് വെരി ക്ലോസ് ടു ദി ആക്ച്വൽ വാല്യൂ. സോ ഇറ്റ് ഇസ് നമുക്കത് എററുമായിട്ട് പറയാം, വെരി ലെസ് എറർ എന്നും പറയാം, അല്ലെങ്കിൽ ആക്യുറസി ഈസ് മോർ എന്നും പറയാം. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ആക്യുറസി. അത് ആക്യുറസി എന്ന് പറയുന്നത് ഇറ്റ്സ് ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ. Okay, so accuracy is closeness to the true value. Okay. Next is question number 9. Okay, it's also a very basic question. Two coils having inductance, രണ്ട് coil, അല്ലേ? Having inductance തന്നിട്ടുണ്ട്. L1 is equal to 0.2 Henry തന്നിട്ടുണ്ട്. L2 ന്റെ കേസിൽ it is 2.45 Henry തന്നിട്ടുണ്ട്. Are coupled and their mutual inductance is okay. അപ്പോൾ M തന്നിട്ടുണ്ട്. M is equal to 0.14 Henry തന്നിട്ടുണ്ട്. So coefficient of coupling അല്ലേ. അപ്പോൾ we have the general expression M is equal to K into root of L1 into L2 ആണ് അല്ലേ, for the case of two inductors coupled. And നമ്മളോട് ചോദിച്ചിരിക്കുന്നത് K ആണ്. K is nothing but M divided by root of L1 into L2. So M നമുക്കുണ്ട് 0.14 തന്നിട്ടുണ്ട്, root into 0.2 into 2.45 which is divided by 0.7 and which is 0.2. Yes, B is the answer. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.49 കിട്ടും. ജസ്റ്റ് സിമ്പിൾ ഒരു ഇൻഡക്റ്റൻസിന്റെ പ്രോപ്പർട്ടി ആണത്. ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. ഇതൊരു ഓപ്പ് ആമ്പിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് ഗിവൻ ബിലോ ബിഹേവ്സ് ആസ്. സോ ഇതിന് മിക്കപ്പോഴും എക്സാംസിന് ചോദിക്കാറുണ്ട്, ഫീഡ്ബാക്ക് ലൂപ്പിൽ ഒരു ഡയോഡ് ആണ് കണക്ട് ചെയ്യുന്നെങ്കിൽ അത് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഹൗ ദ സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ദ സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ലോഗ് കൺവേർട്ടർ. അത് ലോഗ്, അതായത് ഡയോഡിന്റെ കറണ്ട് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ഫോർ എ ലോഗരിതമിക് ആംപ്ലിഫയർ വി ഹാവ് V is equal to minus N into VT. നാച്ചുറൽ ലോഗ് ആണ്. VI divided by IS. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. ഓക്കെ, സോ that is VO is proportional to log of VN. അങ്ങനെയാണ് ഇത് വരുന്നത്. Next is question number 11. Which of the following statement about a common collector transistor amplifier? Common collector ആണ്. Common collector configurationൽ പ്രത്യേകിച്ച് നമുക്ക് ഗെയിനിന്റെ കാര്യങ്ങളൊന്നും പറയാനില്ല അല്ലെ, ബട്ട് ഇറ്റ് ഹാസ് വെരി ഹൈ ഇൻപുട്ട് ഇംപീഡൻസ്. ആ ഒരു കാര്യത്തിലൊക്കെ ഇത് ഓക്കെയാണ്. വി യൂസ് ഇറ്റ് ആസ് വോൾട്ടേജ് ഫോളോവർ അല്ലെ, ബഫർ സർക്യൂട്ട് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ബിക്കോസ് ഇതിന് ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഗെയിൻ ഇസ് 1. അതാണ് ഇതിന്റെ പ്രത്യേകത. നോ ഫേസ് ചേഞ്ച് അല്ലെ, ഫേസ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സോ വെരി ലോ ഇൻപുട്ട് ഇംപീഡൻസ് അതൊന്നും അല്ല, ഹൈ ഇൻപുട്ടൻസ് അല്ല, യൂണിറ്റ് കറണ്ട് ഗെയിനും അല്ല, യൂണിറ്റ് വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, യൂണിറ്റി വോൾട്ടേജ് ഗെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. An op-amp of gain 10 is used to amplify a sinusoidal signal with a peak amplitude of 0.5 volt and frequency. What should be the minimum slew rate of the op-amp used? അപ്പോൾ നമുക്ക് ഇതുമായിട്ട്, അതായത് സ്ലൂ റേറ്റ് കൺസിഡർ ചെയ്തിട്ട് കൊണ്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുഡ് ബി മിനിമം സ്ലൂ റേറ്റ് ഉണ്ടാവണം അല്ലെ, അതിന്റെ ഒരു കറക്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ വി ഹാവ് സ്ലൂ റേറ്റ് ഇസ് നത്തിങ് ബട്ട് DVO by dt ആണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്.
നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ബി എ മിനിമം എത്രയായിരിക്കണം എന്നുള്ളത് നോക്കാം. And we have it's a sinusoidal signal, so vi എന്ന് പറയുന്നത് എന്തായിരിക്കും? Vm sin omega t അല്ലേ? സോ നമുക്കതിനെ വി ഔട്ട്, അപ്പോൾ വി ഔട്ടും ഓക്കെ, വി ഔട്ടും അത് തന്നെ എന്ത് ആയിരിക്കും? വി ഔട്ടും ഒരു എന്താണ്, ഒരു സൈനുസോഡിയൽ ആയിരിക്കും. ആൻഡ് നമുക്ക് ഗെയിൻ ആണ് തന്നിരിക്കുന്നത്. ഗെയിൻ ഇസ് ഈക്വൽ ടു 10 ആണ്. വി ഇസ് 0.5 വോൾട്ട് ആണ് അല്ലേ? സോ വി ഒ എന്ന് പറയണത് വി ഐ പോയിന്റ്, വി ഒ എന്ന് പറയണത് എന്തായിരിക്കും? 10 into 0.5 which is 5 വോൾട്ട്. സോ വി ഔട്ട് നമുക്ക് എഴുതാം. വി ഔട്ട് ഇസ് ഈക്വൽ ടു 5 into അല്ലെ സൈൻ ഒമേഗ ടി. സോ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതല്ലേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? സോ വി ഗെറ്റ് 2πf that is omega into omega vm അല്ലേ? ഒമേഗ vm is സൈനിന്റെ സൈൻ ഒമേഗ ടി ആണ് അല്ലേ? സോ അത് നമുക്ക് എടുക്കുമ്പോൾ അത് മിനിമം സ്ലീവ് റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ സ്ലീവ് റേറ്റ്. 1 കിട്ടാവുന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. And we have frequency is equal to 2π into 25 into 10⁻³ into 5 സ്ലീവ് റേറ്റ് അല്ലെ? സ്ലീവ് റേറ്റ് ഇതിനേക്കാളും കുറവായിരിക്കും, ഈക്വൽ വെച്ചിട്ട് ചെയ്യാം. സോ ഇറ്റ് ഇസ് 785 എന്ന് കിട്ടും. 785 into 785, but we have to get it in micro അല്ലെ? മൈക്രോ സെക്കൻഡ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് മൈക്രോ സെക്കൻഡ്സ്. 2 into 3.5 into 25 to 10⁻³ into 10. So it is almost equal to 0.785 whole divided by microseconds. And C is the answer. നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 0.785. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ദിസ്? അതായത് നമ്മളിതിനെ എന്താണ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല കിട്ടുക? വി എം ഇൻറ്റു അല്ലെ, സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒമേഗ ഇൻറ്റു വി എം എന്ന് പറയും അല്ലേ? ഒമേഗ ഇൻറ്റു വി എം. നമ്മൾ സൈനെ കളയാനായിട്ട് ഒരു മിനിമം വാല്യൂ അല്ലെങ്കിൽ ഒരു 1 ആക്കുന്ന രീതിയിൽ നമ്മൾ, അതായത് വി എം സ്ഥലത്ത് അത് 1 ആണ് അല്ലെ? വി എമ്മിന്റെ സ്ഥലത്ത് 1 ആണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ടേം പോവും. ടേം പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു സ്ലീവ് റേറ്റ് എന്ന് പറയും അല്ലെ? നമുക്ക് വി എം മാക്സിമം ആ പോയിന്റിലുള്ളതാണ് കിട്ടേണ്ടത്. സോ ഇറ്റ്സ് ക്ലിയർ ഐ തിങ്ക്. ആൻഡ് നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 13. Which control method is best suitable to eliminate steady state error in a closed loop system? ഇത് നമുക്കൊരു എറർ, നമുക്കൊരു PID അല്ലെ? PID കൺട്രോൾ, കണ്ടിന്യൂസ് കൺട്രോൾ ലൂപ്പിൽ വരുന്നതാണിത്. കൺട്രോൾ ലൂപ്പിൽ വരുന്നതാണ്, പ്രോസസ് കൺട്രോൾ ലൂപ്പിൽ. ഓക്കെ, പ്രോസസ് കൺട്രോളിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിലൊരു സ്റ്റഡി സ്റ്റേറ്റ് എറർ ഉണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് ഇതിങ്ങനെ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റഡി സ്റ്റേറ്റ് എറർ ആണ്. ഓക്കെ, അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് പ്രപ്പോർഷണൽ. നമുക്ക് ഓഫ്സെറ്റ് നള്ളിഫൈ ചെയ്യാനാണ് പ്രപ്പോർഷണൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്റഗ്രൽ ആണ് കുറച്ചും കൂടി ബെറ്റർ. ഇതൊന്നും വരില്ല, ഒരിക്കലും ഇതും വരില്ല. പ്രപ്പോർഷണൽ ഓഫ്സെറ്റിനെ നള്ളിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇന്റഗ്രലിനെ എപ്പോഴും എന്താണ്, നമുക്ക് ഇങ്ങനെ വരുന്ന സ്റ്റഡി സ്റ്റേറ്റ് പ്രോസസ്സിൽ എററിനെ എലിമിനേറ്റ് ചെയ്യാൻ ഇന്റഗ്രൽ ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് റീസെറ്റ് കൺട്രോളർ. ഓട്ടോമാറ്റിക് റീസെറ്റ് കൺട്രോളർ ഓഫ്സെറ്റ് എററിനെ ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാതാക്കി ആ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് അത് സ്റ്റഡി സ്റ്റേറ്റ് ഇംപ്രൂവ്സ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഇന്റഗ്രൽ ബിക്കോസ് അത് സ്ലോ ആണ് അല്ലെ? അപ്പൊ അത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിന് അത് എൻഹാൻസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 14.
Okay, it's a bridge circuit. നമുക്ക് കാണാൻ പറ്റും ഒരു വെയിൻ ബ്രിഡ്ജ്, ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അല്ലെ, വിച്ച് ഇസ് വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് 2 കിലോമീറ്റേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഒക്കെ തരുമ്പോൾ നമുക്ക് ആ ബാലൻസിങ് അറിയണം. എന്താണ് ഈ ബ്രിഡ്ജ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലെ. ഇത് സപ്പോസ് ആ ബാലൻസ് കണ്ടീഷനിൽ ഇതിൽ കൂടെ കറണ്ട് പോവില്ല, 10 ഓമിൽ കൂടെ 10 കിലോമിൽ കൂടെ കറണ്ട് പോവില്ല. സോ നമുക്ക് ആ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇത് രണ്ടും പാരലൽ ആയിട്ട് വരും അല്ലെ. സോ വോൾട്ടേജ് അക്രോസ് 2 കിലോ ഓം എന്ന് പറയുന്നത് എന്താ, അക്കോർഡിംഗ് ടു വോൾട്ടേജ് ഡിവിഷൻ റൂൾ വരും. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ നോക്കുമ്പോൾ 12 into 2 അല്ലെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 plus 1, ദാറ്റ് ഇസ് 12 into 2 by 3, which is 4 into 2, which is 8 volt. സോ ഇതിൽ 8 വോൾട്ട് ആണ് വരും, ബാക്കി 4 വോൾട്ട് ഇവിടെ ആയിരിക്കും. സി ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കൂടെ കറണ്ട് പോവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റില് ഇത് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്കത് ഒരു പാരലൽ കോമ്പിനേഷൻ കിട്ടും അല്ലെ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓക്കെ, ഇറ്റ്സ് സം ഇക്വേഷൻ അല്ലെ. ഇതൊരു വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ആണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സൊല്യൂഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. y is equal to അല്ലെ. സോ വി ഹാവ് y dx is equal to x dy. x dy എന്ന് നമുക്ക് ഇതിൽ നിന്ന് എഴുതിക്കൂടെ, നമ്മളോട് y ആണ് ചോദിച്ചിരിക്കുന്നത്. സോ y is equal to എന്ത് വരും, y dy അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയ 1/x dx ഉം അല്ലെ, 1/x dx. നമുക്ക് dy നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1/y dy വരും. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വൈയുടെ ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. വൈയുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1/y log y എന്ന് എടുത്തൂടെ. log y is equal to log x plus log c, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം നമുക്ക് അല്ലെ. log cx വരും, log y. അപ്പൊ നമുക്ക് ഇവിടെ y കാണണമെങ്കിൽ എന്ത് ചെയ്യും, y is equal to e raised to log cx, which is cx. So this is A is the answer. Variable separable ചെയ്താൽ മതി. It's a very easy question. Next one, the question number 16. It is related to digital filters. It is FIR finite response impulse response filters. Which is of the following windows gives least peak side lobe level, assuming equal width of the windows. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ലീസ്റ്റ് പീക്ക് സൈഡ് അല്ലെ. നമുക്ക് ഏത് ഫിൽറ്റേഴ്സ് ആയാലും ഇപ്പൊ ഇതായാലും നമ്മൾ ഇങ്ങനെ അല്ലെ അതിന്റെ റെസ്പോൺസ് പോകുന്നതനുസരിച്ച് ഫിൽറ്റേഴ്സിന്റെ റെസ്പോൺസസ്, ഫ്ലാറ്റ് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ സൈഡ് ലോബ് ഏറ്റവും കുറവ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫിൽറ്ററിനാണ്. ഓക്കെ, അതായത് ഒന്നിനേക്കാളും മെച്ചാണെങ്കിൽ ഒന്ന് കുറവായിരിക്കും, അടുത്തതിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. നമ്മൾ ഒന്ന് നോക്കാൻ പോയാൽ അടുത്ത പാരാമീറ്റർ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഫിൽറ്റേഴ്സ് എല്ലാം. The transfer function, the transfer function of a linear system is transfer function. What is transfer function? Transfer function എന്ന് പറയുന്നത് TS അല്ലെ. Transfer function is nothing but is the Laplace of output to the Laplace of input setting initial conditions 0 ആണ്. Initial conditions ഒന്നും ഉണ്ടാവാൻ പാടില്ല. We are starting from t is equal to 0. അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So let us see the definitions. Ratio of output by input, of course it is gain response എന്നൊക്കെ നമുക്ക് പറയാം. But ratio of the derivatives of the, okay, here it is given. C is the answer. Direct Laplace transform apply ചെയ്യുന്നതാണ്. And next is okay, maximum power transfer theorem ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ എന്തായിരിക്കണം, RTH should be equal to RL അല്ലെ. Thevenin's resistance should be equal to RL എന്നാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ, ഇന്റേണൽ റെസിസ്റ്റൻസ് should be equal to load resistance. So
A 5 volt source has 50 ohms internal resistance. It transfers maximum power. So maximum power is nothing but it is maximum power transfer നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ V²/4RL. ഇങ്ങനെയാവണ്ടേ maximum power transfer എന്ന് പറയുന്നത്. സോ maximum power transfer ചെയ്യുമ്പോൾ RL is equal to RTH എന്നാണ്. അപ്പോൾ RTH നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. So 5 volt, that is 25 divided by 4 into what is it? 50. Alle? 50 ohms. It is almost equal to 125 millivolt. 125 millivolt. RL എന്തായിരിക്കണം? RL should be 50 ohms. So milliwatt. ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. മാക്സിമം പവർ ട്രാൻസ്ഫറിന് V²/4RL എന്നുള്ളത് ആയിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് വൺ സ്മോൾ സിഗ്നൽ അനാലിസിസിൽ വരുന്നതാണ് ട്രാൻസിസ്റ്ററിന്റെ. ഇറ്റ്സ് ഓൾസോ ഈസി. എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഹാസ് എ സ്മോൾ ഗെയിൻ വോൾട്ടേജ്, സ്മോൾ സിഗ്നൽ ഗെയിൻ വോൾട്ടേജ്, ദാറ്റ് ഇസ് AV എന്നാണ്. ദാറ്റ് ഇസ് 65 ആണ് ഗെയിൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഇസ് റിമൂവ്ഡ്? അപ്പൊ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ, അതായത് ഒരു ട്രാൻസിസ്റ്ററുടെ നമ്മൾ ഇവിടെ ഒരു എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ കണക്ട് ചെയ്യും അല്ലെ, CE. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഉള്ളപ്പോൾ ഇതൊരു ഫോർ ഹൈ വോൾട്ട്, അതായത് ഫ്രീക്വൻസി ഇതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും അല്ലെ. സോ ഗെയിൻ കൂടാനാണ് ചാൻസ്. ഗെയിൻ വിൽ ഇൻക്രീസ്. ഇത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഫീഡ്ബാക്ക് പോവും. ഗെയിൻ വിൽ ഗെറ്റ് reduced. So A is the answer. AC analysis നമ്മൾ AC analysis എന്താ ചെയ്യുക? AC analysis കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യും അല്ലെ, ഫോർ AC analysis. അപ്പൊ അത് നമ്മൾ കപ്പാസിറ്റർ ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? സർട്ടൻ ഫീഡ്ബാക്ക് പോകും അല്ലെ. കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അത് ബൈപ്പാസ് ചെയ്ത് പോവും, ഫീഡ്ബാക്കിലേക്ക് പോവില്ല. അപ്പൊ നമുക്ക് gain ഇവിടെ reduced ആയിരിക്കും. What will happen if the emitter bypass capacitor is removed? Sure, the gain will get reduced. Next is about a half-wave rectifier output. It's a direct question. Analysis analysisലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. The RMS value. RMS value is nothing but what is IRMS? IRMS is equal to root mean square ആണ്. So it is root of the mean square വരും. നമുക്ക് നോക്കാം. Im²/2π integral 0 to 2. Pi means it is 2t sin square omega t d omega t അല്ലെ. Im² നമ്മൾ ഇതിന് പുറത്തെടുത്തു എന്നേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് 1 - cos 2θ/2 എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് സ്ക്വയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Im²/2t integral 0 to 2t sin square omega t d omega t അല്ലെ. നമുക്കിത് Im²/2t 1 - cos 2 omega t/2 നമുക്ക് ഹാഫ് 0 ആണ്. അപ്പൊ നമുക്ക് 0 to t എടുത്താൽ മതി. അപ്പൊ നമുക്കിത് ചെയ്ത് വരുമ്പോ എന്ത് കിട്ടും? നമുക്കിത് ചെയ്ത് വരുമ്പോ Im² അല്ലെ, Im², അത് IRMS അല്ലേ വേണ്ടത്. Im²/4 കിട്ടും. ടിയും ടിയും ക്യാൻസൽ ആയി പോകും. ആൻഡ് IRMS is equal to root of Im²/4 which is Im/2. Im എത്രയാന്ന് തന്നിട്ടുണ്ട്? Im/2 0.5 അല്ലെ. 0.5 ഇന്റഗ്രൽ എടുക്കുമ്പോൾ സൈൻ വരും. സൈൻ പൈ എന്ന് പറയുമ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇവിടെ പൈ ആണ് അല്ലെ. സൈൻ പൈ എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് 0 ആണ്. സോ ആ ഒരു ടേം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടി ആണ് വരുന്നത്. അപ്പൊ ടിയും ഈ ടിയും ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ താഴത്തെ 2 ഇങ്ങോട്ട് എടുത്ത 4 വരും. ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ടിന്റെ RMS വാല്യൂ.
Psi by 2. Next is 21st question. And gate ne kurichana. Which of the following gates has low output if and only if all the inputs is high? അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ കിട്ടണത് എപ്പോഴാന്ന് നോക്കുക. എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുമ്പോൾ ഹൈ കിട്ടുന്നത് അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുമ്പോൾ ലോ കിട്ടുന്നത്. അപ്പോൾ ആ ഹൈ കിട്ടുന്നതിന്റെ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ആൻഡിനാണ് എല്ലാ ഇൻപുട്ടും ഹൈ ആയിരിക്കുമ്പോൾ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇത് നാൻഡ് ആയിരിക്കും. എ ബി വൈ നമുക്ക് നോക്കാം. 0 0 0 1 1 0 1 1 അല്ലെ. നാൻഡ് ആയതുകൊണ്ട് ഇത് 1 1 1 ഇതിന് മാത്രം 0. So for all input high the output is 0 and it is NAND. AND-ന്റെ നേരെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് is the 22nd one. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് കണ്ടിട്ട് this is a stable multivibrator അല്ലെ. സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ എല്ലാ വാല്യൂസും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് the time period of oscillation ആണ്. And we have t is equal to t on plus t off ആണ് അല്ലെ. ഇവിടെ രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് t on is equal to t off ആണ്. അപ്പൊ t is equal to 2t on. t on എത്രയാന്ന് നോക്കാം. 0.69 RC അല്ലേ t on. So it is 0.69 into 1 into 10 raised to 3 into 1 into 10 raised to minus 6. So it is 0.69 millisecond. Okay. So t is equal to 2 into 0.69 millisecond, which is 1.38 millisecond. A is the answer. Simple question. Okay. Next is question number 23. For a second order system, the undamped natural frequency എന്ന് പറയുന്നത് omega n ആണ്. It is 3 radian per second. And the damped natural frequency D ആണ് 2.4 radian per second. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് zeta അല്ലേ. And we have the expression WD is equal to omega D is equal to omega n into root of 1 minus zeta square. ഇത് വെച്ച് സോൾവ് ചെയ്യാം. So രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ WD square is equal to omega n square into 1 minus zeta square അല്ലേ. 1 minus zeta square is equal to omega d square by omega n square. നമുക്ക് zeta square എന്ന് പറയുമ്പോൾ 1 minus. So it becomes zeta square അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 1 minus zeta അല്ലേ. This is almost equal to 0.6. It's omega d. Omega d no 2.4 the whole square by 3. അല്ലേ 1 minus. So it becomes almost. അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ ഇത് ചെയ്യാം അല്ലേ. നിങ്ങൾക്കത് ചെയ്ത് വരുമ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. So it is 0.6. Okay. Clear ആയില്ലേ? Next is 24. It's related to some series resonance circuit. A quality factor Q in a series resonance circuit with resonant frequency. അപ്പോൾ നമുക്ക് F0 തന്നിട്ടുണ്ട്. resonant frequency hertz ആണ്. ഹാഫ് പവർ പോയിന്റ് ഇത്, അതായത് ഇപ്പൊ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇത് അല്ലെ, ഈ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. 105 വെച്ച് 50950 അല്ലെ. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1050 minus 950 which is
100. And Q is equal to nothing but F0 by bandwidth, and it is 100 by 100. So this one. So 1000 aanale, 1000. So just B is the answer. And the last question for today's class, it is related to laser source in fiber optics. The following is not a candidate material for laser source in fiber optics. Laser source നമുക്ക് പല രീതിയിലാവാം, സെമി കണ്ടക്ടേഴ്സ് ആവാം, ഗ്യാസസ് ആവാം ഫോം ചെയ്യാം ലേസർ സോഴ്സസ് എന്നൊക്കെ പറയുന്നത്. സോ ഫൈബർ ഒപ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ആർഗൺ യൂസ് ചെയ്യുന്നുണ്ട്, ഇതാണ് ഫോസ്ഫറസ് ആണ് യൂസ് ചെയ്യാത്തത്. സോ ദ ആൻസർ ഇസ് ഡി. ഫോസ്ഫറസ് എന്ന് പറയുന്നത് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലെ. ഇതെന്ന് പറയുന്നത് നിയോഡിയം ഇട്രിയം അല്ലെ, ഇട്രിയം അയോൺസ് ആണത്, ഇട്രിയം അയോൺസിന്റെ ആണ്. ആൻഡ് ദിസ് ഇസ് ഹീലിയം, ആർഗൺ, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇതാണ് അല്ലെ, ലേസർ അയോൺസിന്റെ ഒരു പ്രത്യേകത ശരി ക്രോമാറ്റിക് ഇൻ നേച്ചർ, ഇത് പല പ്രത്യേകതകളും ഉണ്ട്. അപ്പൊ ലേസർ സോഴ്സസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സിനാവാം, ഡയോഡ് ഒക്കെ ഒരു ലേസർ സോഴ്സ് ആണ് അല്ലെ. ലേസർ ഡയോഡ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഗ്യാസസ് ഉണ്ടാവാം. അങ്ങനെ നിങ്ങൾ ലേസർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ളത് പഠിച്ചു വെക്കും. ഫോസ്ഫറസ് doesn't have such അല്ലെ. So answer is D. So I think you could understand all the answers of the way they are to be answered, and thank you.